അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു WPLൻ്റെ B36/3 നമ്മുടെ ട്രാൻസ്പോർട്ടർ ആയിരുന്നു, നമ്മുടെ ട്രെയിലറൊക്കെ ഉള്ള ട്രക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു മോട്ടർ അപ്ഗ്രേഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് 280 സൈസ് മോട്ടറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ അൺബോക്സിങ് റണ്ണിങ്ങിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് 2 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളൊരു മോട്ടർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അതായത് നമുക്ക് 2 സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും റിമോട്ടിൽ കൂടെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള 370 സൈസ് മോട്ടറാണ്. അപ്പോൾ മോട്ടർ ഇത്തിരി പവർ കൂടുതലാണ് ഇതിനേക്കാളും. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ക്രോളിംഗ് ആക്ടിവിറ്റിയൊക്കെ ചെറിയ ചെറിയ ക്രോളിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ലോ സ്പീഡ് ഹൈ സ്പീഡ് നമുക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവോയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം, വന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ അഴിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഈ ബോഡിയൊക്കെ ഫുൾ അഴിക്കേണ്ടി വരും, എന്നാലും നമുക്ക് താഴത്തേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും ഞാനത് അഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ വരുന്നത് 370 സൈസ് മോട്ടറാണ്. അപ്പോൾ മോട്ടർ വലിയ സൈസ് വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല, കണ്ടോ, വലിയ സൈസ് വ്യത്യാസം ഇല്ല ഇതിൽ. നമ്മുടെ ആ നേരത്തെ വന്ന മോട്ടറിനേക്കാളും ഒരു ഇത്തിരി കൂടെ സൈസിൽ എന്തോ വ്യത്യാസമുള്ളൂ. ഓക്കെ, കണ്ടോ, ഇത്തിരി സൈസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉള്ള മോട്ടറിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ പവർ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് നടക്കുന്നത്. ഈ ഒരു സാധനം കണ്ടോ, ഇത് കണ്ടോ, പൊക്കത്തേക്കും താഴത്തേക്കും ആവും. അപ്പോൾ അതിനനുസരിച്ചാണ് സ്പീഡ് ഇതാവുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ലോ ആയിരിക്കും, ഇങ്ങനെ ആകുമ്പോൾ ഹൈ ആയിരിക്കും, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 3 വയർ ചെറിയൊരു സെർവോ ഉണ്ട്, കണ്ടോ. അപ്പോൾ ഈ സെർവോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്യും, ഇതിലിങ്ങനെ മൗണ്ട് ചെയ്യും, കണ്ടോ. കറക്റ്റായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സെർവോ ഇത് വെച്ചിട്ട് ഹോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഹോണും അതിൻ്റെ എക്സ്റ്റൻഷനും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഡിസസംബിൾ ചെയ്തിട്ടും നമുക്ക് മോട്ടർ തമ്മിലും താരതമ്യം ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഇങ്ങനെ അയച്ചിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അതുപോലെ തന്നെ ബോഡിയിൽ 2 വയർ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ബോഡിയിൽ നിന്ന്. ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ വയറാണ്, ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി വയറാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴും ബോഡിയിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ താഴെ കാണുന്ന ഈ ഒരു വയർ കണ്ടോ, അത് ഇതിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്, ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഇപ്പുറത്ത് വന്നിരിക്കുന്ന ഈ ഒരു വയറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ LED നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ട്, കുറേ LEDക്കുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ ലൈറ്റ് വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ബാക്കി സ്പേസുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഇനിയിപ്പോൾ കയറാനുള്ളത് ഈ സർവോ ഇത് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കവറിനകത്ത് കുറച്ച് സർവോയുടെ പോയിൻറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം കൊടുത്തത് ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ഇവിടെ അറ്റാച്ച് ചെയ്യണം. നമ്മുടെ സർവോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്യണം. 2 സ്ക്രൂ അവിടെ ഇവിടെ ഇടണം. ഹോളുണ്ട് ഇവിടെ, കണ്ടോ, ഇവിടെ 2 ഹോളുണ്ട്. അത് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതിപ്പോൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവോ ക്ലിക്ക് ചെയ്യുമ്പോൾ, സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് അകത്തേക്ക് പോകും. എന്നിട്ട് ഈ ഒരു കോൺട്രാക്ഷൻ കണ്ടോ, ഇത് ഇങ്ങോട്ട് ആക്കി കഴിയുമ്പോൾ ഒരു ഗിയർ എനേബിൾഡ് ആവും. തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഗിയർ മാറും. അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാമല്ലോ. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും 2 പോയിന്റ് വന്നിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സെർവോ ആണ്. മറ്റൊരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകിലേക്ക് പോയിട്ട് നമ്മുടെ മറ്റേ ഇതിലേക്ക് പോകുന്നതാണ്, നമ്മുടെ റാമ്പ്, പുറകിലെ ട്രെയിലറിൻ്റെ റാമ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ നടുക്കായിട്ടൊരു പോയിൻ്റ് ഉണ്ട്, കണ്ടോ, ഇവിടെ ആയിട്ടൊരു ഫ്രീ പോയിൻ്റ് ഉണ്ട്. അതിലേക്കാണ് നമ്മുടെ ഈ ഒരു സർവോഡ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു സ്റ്റിയറിംഗ് സർവോഡ് ആ കറക്റ്റ് വയറിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെ ഇതും കണക്ട് ചെയ്യുക അതിൻ്റെ ഇടയിലോട്ട്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ട് ബോർഡിലൊന്ന് പിടിച്ചിട്ടും കണക്ട് ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ബോർഡ് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ബോർഡ് ഒടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർഡിലെ പോയിന്റുകൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണിയാണ്. നമ്മൾ സൂക്ഷിച്ച് പതുക്കെ നൈസായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റുക. ഫുള്ളായിട്ട് കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഒന്ന് കയറ്റുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് 2 അലൈൻഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പവർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പ്ലഗ് എടുത്ത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം.
അപ്പോൾ ഇത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ബാറ്ററിയുടെ കണക്ഷൻ ഇവിടെയായിട്ടാണ് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതപ്പോൾ അവിടെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, സ്വിച്ചിൽ ഓൾറെഡി കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ബാറ്ററി ഒന്ന് കൊടുത്തു നോക്കാം. ഇതാണിപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ ഉള്ളത്, അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ടിൽ ബാറ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് വണ്ടി. നമുക്ക് ഇതും ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അനക്കൊന്നും ഇല്ല ഇതിൽ. ഡിസ്കണക്റ്റഡ് ആയോ എന്ന് എനിക്ക് സംശയം, നോക്കേണ്ട വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സർവോ ശരിക്കും പറഞ്ഞാൽ ഓൺ ചെയ്തിട്ട് വേണം അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ സർവോ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് സർവോ ഒന്ന് ഓൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ചെയ്യുക. അതിന് ശേഷം മാത്രം ഒന്ന് അലൈൻ ചെയ്ത് വെച്ചിട്ട് മാത്രം ഇപ്പോൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ഈ ചാനൽ 3 എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് നിൽക്കുക, കണ്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു ഇത് എൻഗേജ് ആകുമ്പോൾ ഒരു ഗിയർ എൻഗേജ് ആവണതാണ്. അപ്പോൾ ലോ സ്പീഡ് ആവുമെന്ന് തോന്നുന്നു, പുറത്തേക്ക് എടുക്കുമ്പോൾ ഹൈ സ്പീഡ്, അങ്ങനെയായിട്ടാണ് സെറ്റപ്പ്. അത് എന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇനിയുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടറിലേക്ക് വന്നേക്കുന്ന ഈ വയർ നമ്മൾ സോൾഡർ മാറ്റിയിട്ടും അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സോൾഡർ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പണിയും കൂടെ ഉണ്ടായതിന് ശേഷം നമുക്ക് ഈ ഒരു ഫുള്ള് സെറ്റപ്പിന് അയച്ച് മാറ്റിയിട്ടും വേണം ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അല്ല, ഈ ഒരു പ്ലേസിൽ ഇത് വരും. അപ്പോൾ സ്പേസ് ഉണ്ടാകുന്ന വെച്ചാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ കുറേ നേരത്തെ മണിക്കൂറുകളോളം കിടന്ന് പണിതിട്ടാണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അയച്ചെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഒരു പ്രശ്നം കിട്ടിയത്. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന സ്റ്റോക്ക് മോട്ടർ കൗണ്ടർ റൊട്ടേറ്റിംഗ് ആണ്. അതായത് ഈ ഒരു സൈഡ് ഒരു സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, പക്ഷേ ഈ അപ്ഗ്രേഡ് ചെയ്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ആക്സിലാണ്, അപ്പോൾ ഒരേ സൈഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട് വീൽസ് മൊത്തം ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നു, ബാക്ക് വീൽസ് ഫുള്ള് പുറകിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് രണ്ടാമത് അഴിച്ചു പണിയുണ്ടായിട്ട് വന്നു. അപ്പോൾ എനിക്കറിയാൻ പോലെ എൻ്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് ഈ കൗണ്ടർ റൊട്ടേറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല. അത് ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഈ ഒരു മോഡൽ അവർ ഈ ഒരു മോട്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണത്. അപ്പോൾ ഈ ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് വരുമ്പോൾ അത് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത് അഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അഴിച്ചെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിൽ ശരിക്കും പറഞ്ഞാൽ തല തിരിഞ്ഞായിരുന്നു വെച്ചാൽ അപ്പുറത്തേക്കായിരുന്നു വെച്ചാൽ നമ്മളത് ഫ്ലിപ്പ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളങ്ങനെ ഇട്ട് സെറ്റപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് ശരിയാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഫുള്ള് ബോഡി ഇട്ട് ബാക്കിൽ ഇട്ടിട്ടുണ്ടായില്ല. ഈ ഫ്രണ്ടിലെ ഈ പാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്മിറ്റർ ഓൺ ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുത്തപ്പോഴാണ് സംഭവം പുറകിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് അത് ഫുള്ള് അഴിച്ച് നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സോൾഡർ ചെയ്ത്, അപ്പോൾ രണ്ടാമത് സോൾഡർ ചെയ്തതാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഇട്ട് പണിയേണ്ട വന്നു. ശരിക്കും പറഞ്ഞാൽ പണി അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഡ്രൈവ് ഷാഫ്റ്റൊക്കെ പ്ലാസ്റ്റിക് ആണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത്. കാര്യം ഇതൊരു ഇത്തിരിയും കൂടെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും മിക്കവാറും. കാര്യം ഇതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഓടിക്കുമ്പോഴാണെങ്കിൽ ഒരു ഇത്തിരി പ്രഷർ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള സ്പീഡ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് ഇപ്പോൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ 3 എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സ്പീഡ് ഗിയർ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് സംഭവം. ഇതിപ്പോൾ മൂവ് ചെയ്യണം നോക്കിക്കോ. ഒരു മിനിറ്റ്. ഓക്കെ, കണ്ടോ ആ ഒരു ഗിയർ മൂവ് ചെയ്യുന്നുണ്ടോ? കണ്ടോ, ഇപ്പോൾ ലോ സ്പീഡായിട്ടുണ്ടാവും. എന്നിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ലോ സ്പീഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും കൂടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈ സ്പീഡിലേക്കാവും. ഓക്കെ, ഇപ്പോൾ ഹൈ സ്പീഡ്. അതെ, വ്യത്യാസം വേണം. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ടോർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി പറ്റും. ഒരു ഇത്തിരി ഇവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മോട്ടർ അത്യാവശ്യം പവർഫുള്ളാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കണ്ടോ, നമുക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ കയറി പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. വലിയ ഇതൊന്നും ഇല്ലാണ്ട് കയറി പോയിക്കോളും. ഇപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കുന്ന സാധനത്തിന് തന്നെ സുഖമായിട്ട് കയറിപ്പോവും.
വേറെ സംഭവമൊന്നുമില്ല, സ്പീഡ് അത്യാവശ്യം കുറവായിരിക്കും. മാറ്റിയിട്ട് കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്പീഡ് ഉണ്ടാവും, നമുക്ക് കയറി പോകാൻ വേണ്ടോ ഒരു ചെറിയൊരു ടോർക്കിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട്. ഇപ്പം നമ്മൾ സെയിം കയറിപ്പോയ സാധനം തന്നെ എനിക്ക് കയറി പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ അതിന് നമ്മൾ ലോ സ്പീഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ അത്യാവശ്യം പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് വെറുതെ നോർമൽ റണ്ണിങ്ങിലാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡിലിടാം, നമുക്ക് അത്യാവശ്യം ക്രോളിങ് വേണമെന്നുണ്ടെങ്കിൽ ലോ സ്പീഡിലിടാം. അപ്പോൾ അത്രയുള്ള ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വലിച്ച് നീട്ടുന്നില്ല കൂടുതൽ, ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോക്ക് ലെങ്ത് കൂടിയിട്ടുണ്ടാവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതേപോലുള്ള RC കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ RC കണ്ടന്റ്സ് കുറച്ചുണ്ട്. മെയിനായിട്ട് നമ്മുടെ ചാനലിൽ RC കണ്ടന്റും ടെക് ഗാഡ്ജറ്റ്സിനെയൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. സോ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുമ്പം അതുവരത്തേക്കും ബൈ.